പ്രിയമുള്ളവരെ, 2025 ലോഗോസ് ക്യൂസ് പരീക്ഷയ്ക്ക് ഇനി 1.5 മാസം കൂടിയാണ് അവശേഷിക്കുന്നത്. സാമീഡിയ ലോഗോസ് പഠനത്തിന് വളരെ സമഗ്രമായി ഒരു പദ്ധതി ഈ വർഷം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മുഴുവൻ പഠനഭാഗങ്ങളിൽ നിന്നുമുള്ള വീഡിയോസ് വളരെ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞു. മോക്ക് ടെസ്റ്റുകളും നേരത്തെ മുതൽ തന്നെ നടത്തുന്നുണ്ട്. 100 മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ 60 എണ്ണം നടത്തിക്കഴിഞ്ഞു. ഇനിയും ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 18 വരെയുള്ള 35 ദിവസങ്ങളിൽ തുടർച്ചയായി 35 അധ്യായങ്ങളുടെയും മോക്ക് ടെസ്റ്റുകൾ ഡെയിലി മോക്ക് ടെസ്റ്റായി നടത്തുകയാണ്. ഒരു ദിവസം ഒരധ്യായത്തിൽ നിന്ന് 25 ചോദ്യങ്ങൾ വീതമുള്ള മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത്. POC 400 ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് 78 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും എന്നാണ് POC പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യങ്ങളും നമ്മുടെ ഡെയിലി മോക്ക് ടെസ്റ്റിൽ പരമാവധി എണ്ണം ഉൾപ്പെടുത്തുന്നതായിരിക്കും. സെപ്റ്റംബർ 18-നും 28-നും ഇടയിലുള്ള 10 ദിവസങ്ങളിൽ 100 മാർക്കിൻ്റെ 5 മോക്ക് ടെസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി POCയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തി നടത്തുന്നതായിരിക്കും. ഈ 40 മോക്ക് ടെസ്റ്റുകളിലായി പങ്കെടുക്കുന്നതിന് 250 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഓഗസ്റ്റ് 15-നാണ് മോക്ക് ടെസ്റ്റ് ആരംഭിക്കുന്നത്. ഇന്നും നാളെയുമായി തന്നെ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 250 രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും ഏത് നമ്പറിൽ നിന്നാണ് പരീക്ഷ എഴുതുന്നത് എന്ന മൊബൈൽ നമ്പരും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്ത് തരേണ്ടതാണ്. അതോടൊപ്പം മുൻപ് നടത്തിയ 60 മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് കൂടി വേണമെന്ന് താല്പര്യമുള്ളവർ 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അയക്കേണ്ടത്. ഇതിന് സമാന്തരമായി തന്നെ ഒരു പഠനസഹായി തയ്യാറാക്കിയിരുന്നു. ധാരാളം ആളുകൾ പഠനസഹായി വാങ്ങിക്കഴിഞ്ഞു. ഇനി 50 കോപ്പികൾ കൂടിയാണ് അവശേഷിക്കുന്നത്. ആദ്യം ഓർഡർ ചെയ്യുന്ന 50 പേർക്ക് കൂടി പഠനസഹായി ലഭ്യമാക്കുന്നതാണ്. സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത്. ഓർഡർ ചെയ്ത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിനുള്ളിൽ എവിടെയായാലും ഈ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. ബൈബിൾ പഠിക്കാനുള്ള ഒരു മാർഗമാണ് ലോഗോസ് ക്യൂസ് എന്ന് പറയുന്നത്. നന്നായി വചനം പഠിക്കാൻ, ബൈബിൾ വായിക്കാൻ, അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.